ഈ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ അത് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ദീനിന്റെ ആദർശം എന്താ? ഒരു മുസ്ലിമിന്റെ ജീവിതം എന്താ? ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിച്ചു തന്ന രീതിയിലാണ്. നബിതങ്ങൾ പഠിപ്പിക്കാത്തതൊന്നുമില്ല. ഒരു രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഒരു നാട് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഒരു പള്ളി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഒരു ഭവനം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജാധികാരം മുതൽ കേവലം ഒരു മനുഷ്യന് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം, ഇതുപോലെ കടന്നു വരുമ്പോ പച്ച തോരണം കെട്ടലും കൊടികെട്ടലും അതാ മൗലിദ് പാരായണം നടത്തലും വഅദ് വെക്കലും മാത്രമല്ല. ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകന്റെ ആദർശം എന്താണ്? പടച്ചവനെ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയണം. അസ്സലാമു അലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോ തരാം. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം, ഷെയറാക്കണം, സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലൈക്കൺ ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും.